ഭയങ്കര കുഴിയാ. ഇവിടുന്നൊക്കെ ചാടിയ തീർന്നു കിട്ടിയത് പൊട്ടി. ഒരു 2 ഷട്ടറോടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും. വിജയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, യൂട്യൂബിൽ വന്നിട്ട് കുറെ നാളായി. ഇത്തിരി നാളത്തോടുകൂടി ഒരു ലെങ്തി വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി തോന്നുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയതൊന്നുമല്ല, നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കല്ലാറുട്ടി ഡാമൊക്കെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡാം ഒന്ന് തുറന്നൊന്ന് കാണാനും ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇടുക്കിയിൽ 3-4 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്ന് ശകലം കുറവുണ്ട്, മഴ കുറവുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നാണല്ലോ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നമ്മളോട് അജിത്ത് ബെഹു ഉണ്ട് കേട്ടോ, ബഹുമോനാണ് ക്യാമറമാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബഹു ഒക്കെ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇനി യാത്ര. ഹായ് കൂട്ടുകാരെ, കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഓർത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും മഴയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു അനക്കമുള്ളത് കാരണം നമ്മൾ ഇന്ന് കല്ലാറുട്ടി ഡാമും നമ്മുടെ മണിയണ്ണനൊക്കെ എന്നെ എടുക്കണമെന്ന് അറിയാൻ വേണ്ടി പോവുക. കുറെ നാളായി മണിയണ്ണൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്. കുറെ നാളായി കണ്ടിട്ടല്ലേ? ഹായ്, കുറെ നാളെ ലോങ് ഇയേഴ്സ്. ഒരു 2 വർഷത്തോളമായി ബഹുവിനെ കണ്ടിട്ട്. ബഹു അങ്ങനെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരോടെ ഒന്ന് ചെറിയ വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞ് രാവിലെ പ്ലാൻ ചെയ്താ. അപ്പം വേറെ ഒന്നുമില്ല, കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവാ. മഴ നല്ല ശക്തമായിട്ട് ഇടുക്കിയിലേക്ക് വീഴുന്നു. അപ്പൊ നിങ്ങൾക്ക് താഴെ നിന്നൊക്കെ കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവിടെ ഇടുക്കി മഴ പെയ്താൽ എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതെന്നാണ് നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് അവിടെ സംഭവിച്ചങ്ങനെ? ഡാമൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് ബാക്കി കാഴ്ചയെല്ലാം വഴിയെ കാണാം കേട്ടോ. ഇവിടെ നമ്മുടെ കോളനി കത്തിപ്പാറ നല്ല രസമായിരുന്നു കേട്ടോ, ഈ മരമൊക്കെ നിന്നത്. പക്ഷെ ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ഇത് മൊത്തം വെട്ടി ഇവിടെ കളഞ്ഞു. പക്ഷെ മരം ഇങ്ങനെ കടപുഴുകി വീണ് വണ്ടിയുടെ മേളിലേക്കൊക്കെ വീഴുന്ന കാരണം ഉണ്ടല്ലോ, ആൾക്കാർക്ക് മൊത്തത്തിലൊരു പേടിയാ. അത്യാവശ്യം ചെറിയ തോതിൽ 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്താൽ കുറച്ച് മണ്ണിടിച്ചിലും ഒക്കെയാണ്. ഒരു ഭീകര അന്തരീക്ഷമാണ്. പണ്ടത്തെ കാലത്തൊക്കെ എന്ത് മഴ പെയ്താലും നമുക്കൊരു പേടി തോന്നില്ല. പക്ഷെ 2018 കഴിഞ്ഞതിന് ശേഷം മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയപ്പോ എന്താണ് സംഭവിക്കണേ, എപ്പോഴാണ് മണ്ണിടിയണേ എന്ന് പറയാൻ പറ്റൂലാത്തൊരു സാഹചര്യം. വഴി എപ്പോ വേണേലും ബ്ലോക്ക് ആവാം. അത് കാരണം മഴ ശക്തമാണെന്ന് പറയുമ്പോൾ ഇടുക്കിയിലേക്കുള്ള യാത്ര ഒഴിവാക്കണം തന്നെയാണ് രാത്രിയിൽ. പകൽ പിന്നെയാണ് നമുക്ക് പിന്നെ ഹൈവേ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാക്സിമം പോയ 1 മണിക്കൂറിനുള്ളിൽ ക്ലിയർ ചെയ്യും. അടിമാലി കൊച്ചി മൂന്നാർ റോഡൊക്കെ അതൊക്കെ 1 മണിക്കൂറിനുള്ളിൽ എന്ത് റിസ്ക്കാന്ന് പറഞ്ഞാലും കൊച്ചി മൂന്നാർ റോഡ് പക്കായിട്ട് ക്ലീൻ ചെയ്ത് വഴി ഫ്രീ ആക്കി വിടും. അപ്പൊ നമ്മൾ നിലവില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലാറുട്ടി എത്താറായി കേട്ടോ. മൊത്തം നല്ല പച്ചപ്പും നല്ല രസമൊക്കെ ആയി. അത്യാവശ്യം മഞ്ഞും മഴയും വെള്ളവും ഒക്കെ നല്ല രസമാണ്. പക്ഷെ ഇടുക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്നും ആദ്യമാണ്. അതുപോലെ ഇപ്പം കേരളത്തിൽ എവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും ആദ്യമായി മാറിക്കൊണ്ടിരിക്കും. അല്ലടാ ബഹു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ മഴ എന്ന് പറയുമ്പോ 3 ദിവസം പെയ്തോ 4-ാമത്തെ ദിവസം പേടിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കറക്റ്റ് വീട്ടിലേക്ക് പോണ വഴിക്ക് കല്ല് ഉരുണ്ടിയാടി വഴി ഒരു കാലത്തും ബ്ലോക്ക് ആവാറുള്ളതല്ല. വലിയ 2 കല്ല് വന്നിരിക്കുവായിരുന്നു റോഡിന്റെ സെന്ററിൽ. പിറ്റേ ദിവസം രാവിലെ പോകാൻ പറ്റുന്നത്. ഇവിടെ ഈ വളവിലപ്പുറം ഒരു മണ്ണിടിച്ചിട്ടുണ്ട്. അതെന്നാന്ന് നമുക്കൊന്ന് പോയി കാണാം. അവിടെയും ശക്തമായിട്ട് ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട്. അവിടെ ഒരു മരം വന്ന് റോഡിലേക്ക് ചെന്ന് ചാടിയിട്ട് ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇവിടെ ഒരു 3-4 മണിക്കൂർ ബ്ലോക്കായി. ഈ വഴിയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയാലും തുറക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ? മണ്ണിടിഞ്ഞോ എന്നാ ഇടിച്ചിലടിഞ്ഞേക്കണം നോക്കി. ഇങ്ങനെയാണ് ഈ ഹൈ റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണിടിയണത്. ഒരു മരം വന്ന് ചാടിക്കണോ, ഒരു മരത്തിന്റെ കുറ്റി വന്ന് ചാടിക്കണം നോക്കി. എന്നാ മരം വന്ന് കിടക്കണേ നോക്കി. ഇങ്ങനെ വെളിയിൽ തിരിഞ്ഞു വന്നേക്കണേ. ഈ മണ്ണൊക്കെ വേഗം ലൂസാവും. അത് കാരണമാണ് കുഴപ്പമേ ഉണ്ടോ. അപ്പൊ നമ്മള് കല്ലാറുട്ടി ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. അപ്പൊ നമ്മള് ഡാമിന്റെ മേലിക്കടെ ഒന്ന് കയറിപ്പോയി നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ള കാര്യം. അയ്യോ കയ്യ ഇവിടെ കടപ്പം ഷട്ടർ തുറന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും നോക്കാം. ഇതാട്ടെ ശരിക്കും കല്ലാറുട്ടി ഡാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം നിറയും. അതായത് അങ്ങ് ആനയിറങ്ങൽ മുതൽ കുണ്ടളം മുതലുള്ള ഡാമിലെ വെള്ളങ്ങൾ തുറന്നു വിടുന്നതിനനുസരിച്ച് ശകലെങ്കിലും തുറന്നു വിട്ടാൽ ഇതിന്റെ എല്ലാ ഷട്ടറും പൊക്കാതിരിക്കാനായിട്ട് തരവില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുതിരപ്പുഴയാറിന് കുറുകെ പോകുന്ന ഡാമാണ്. നമുക്ക് ഇതിന്റെ മേൽക്കടെ പോയി വെച്ച് താഴെ നിന്ന് കാണാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇവിടെ തുറന്നുണ്ടോ നോക്കട്ടെ, ചേർത്ത് പിടിച്ചിട്ട് നോക്കാം. ഷട്ടറിലെ വെള്ളം കാണാൻ പറ്റുമോ നോക്കാം.
അജിത്ത് ബഹു അതിലെ വീഡിയോ എടുത്തോണ്ട് വരുന്നുണ്ട്. ഓ എന്നാ സുന്ദരമായ അപ്പൊ ശരിക്കും ഡാം തുറന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ 4 ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 2 ഉള്ളൂ. പക്ഷെ ഇതുണ്ടോ എന്താ പൊന്നെ, ശരിക്കും 4 ഷട്ടർ 5 ഷട്ടർ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം 4 തുറന്നേക്കായിരുന്നു. 5 ഷട്ടർ ഒക്കെ തുറന്നിട്ട് ഉറപ്പായിട്ടും താഴത്തെ പാലം പോകും. ഇതാണ് ശരിക്കും ഈ ഡാമിന്റെ ശരിക്കുള്ള ഫ്രെയിം. നല്ല രസകരമായ കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടെ ഇറങ്ങി കാണാനുള്ള സൗകര്യം ഉണ്ട്. അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കേട്ടോ ഫ്രെയിം കണ്ടോ, ഇതാണ് പക്ക ഫ്രെയിം. വെള്ളം നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ഒരു സൂം ചെയ്ത് കാണാം കേട്ടോ. കണ്ടത് വേണ്ട കേട്ടോ, ശക്തിയായിട്ട് വെള്ളം വന്നതായി കാണണേ. അപ്പൊ ഒരു 2 ഷട്ടറോടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും. നല്ല കിട്ടുക്കാൻ വ്യൂ ആയിരിക്കും. ഇതാണ് കള്ളാറൂട്ടി അടിമാലി കമ്പിളികണ്ടം പാലത്തോട് പണിക്കുംകുടി നെടുങ്കണ്ടം റോഡിലേക്ക് നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ഈ പാലത്തെ നിന്ന് കുറച്ച് കാഴ്ചകളാണ്. ഇതൊരു ഭയങ്കര രസമുള്ളൊരു പാലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ അവിടെ. നല്ല രസമാണ്. നല്ല ഹൈറ്റിൽ പണിതേക്കണ പാലം കേട്ടോ ഇത് കേട്ടോ. ഇവിടുന്ന് ഡാം തുറന്നേക്കണ കാണുന്നുണ്ടോ? ഫ്രെയിം നോക്കിയോട്ടോ നിങ്ങളെ കേട്ടാ. സൂമി കിട്ടുന്നില്ലേ? പക്ഷെ ഇത് രസാട്ടോ. ഇവിടെ നോക്കാം, കാണിച്ചു വിടാ. ഈ ഭംഗി കൂടി കാണാൻ പറ്റുമോ നോക്കി കേട്ടോ. ഇതിന്റെ മേലുകളെ കളർ മീൻ പൊങ്ങി കിടക്കണുണ്ടോ? മീൻ കൂടെ കേട്ടോ അത് കേട്ടോ. മീൻ പൊങ്ങി കിടക്കണുണ്ടോ? ഗോൾഡ് ഫിഷാ തോന്നുന്നു അല്ലടാ. ഗോൾഡ് ഉണ്ട്, സിലോപ്പി ഉണ്ട്, മറ്റേ ഇത് നോക്കി എന്നാ രസം നോക്കി. ഇഷ്ടം പോലെ മീനുണ്ട്. റൗണ്ട് ചെയ്ത് നോക്കുക. ഇത് അവിടെയുണ്ട് കേട്ടോ ഒരു കുളം. ഇത് 2018 പ്രളയത്തിന് ഈ കുളത്തിൽ അതകട മീൻ അത് മൊത്തം ചാടിപ്പോയതാ. മൊത്തം ചാടിപ്പോയതിലേക്ക് പോയി. ഇതൊക്കെ നാളെ പെരിയാറ്റിൽ ഇഷ്ടം പോലെ സിലോപ്പിയും ഗോൾഡും ആയി ഇല്ലടാ കേട്ടോ. അവിടെ വെള്ളം ഒഴിവാനാട്ടോ. നമുക്ക് ഇവിടെ കേട്ടോ കല്ലാറുട്ടി ഷാപ്പുള്ളേ. ഒരു നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നല്ല കാലാവസ്ഥ അല്ലടാ. നല്ല കാലാവസ്ഥ. വീഡിയോ എടുക്കണോണ്ടാണെന്ന് അറിയില്ല. വീഡിയോ എടുക്കും നമ്മൾ സാധാരണ വീഡിയോ എടുക്കണ നല്ല കാലാവസ്ഥ കേട്ടോ. വെള്ളം വീണുണ്ടോ? കഴിഞ്ഞ ദിവസം 4 തുറന്നപ്പോ വെള്ളം കയറുന്ന പാട്. അതേതുകൊണ്ട് 4 തുറന്നപ്പോ അതില് വെള്ളം കയറിപ്പോയതുണ്ടോ. അതിൽ എങ്ങനെ ആ സൈഡും വഴി കയറിപ്പോയായിരുന്നു. ഭയങ്കര കുഴിയാ. ഇവിടുന്നൊക്കെ ചാടിയ തീർന്നൊന്നും കിട്ടിയത് പൊട്ടി പോലും കിട്ടില്ല. ഒരു പുള്ളി ഇവിടെ ചാടി ആത്മഹത്യ ചെയ്തല്ലടാ. ഭയങ്കര രസമാട്ടോ. അതുകൊണ്ടോ ഈ പാലത്തെ വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടെ വന്ന വീഡിയോ എടുക്കാറ്. നമ്മുടെ ഇൻട്രോ ഒക്കെ മിക്കവാറും പല വീഡിയോയുടെ ഈ കല്ലാറുട്ടി സൈഡിലേക്കുള്ള പല വീഡിയോയുടെ ഇൻട്രോ ഇവിടെയാണ്. പക്ഷെ ഇവിടെ എന്നാ പ്രത്യേകത അറിയോ, ഇവിടെ എല്ലാ പ്രാവശ്യവും ഇടിഞ്ഞതായിട്ട് പോണതാണ്. ഈ പ്രാവശ്യം ഇവിടെ നല്ല രീതിക്ക് കലുങ്കി കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് വിശ്വസിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കളി കിട്ടും. പക്ഷെ ഇവിടെ നല്ല രസമാണ്. നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെയാണ് ഒരു കാര്യം പറഞ്ഞാൽ. ഇവിടെ സൂക്ഷിക്കണം. ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് കയറിയില്ല.
അപ്പൊ നമ്മൾ പനംകുട്ടി ചപ്പാത്തിലേക്ക് എത്തിട്ടോ. ചപ്പാത്ത് പാലം ഇതിപ്പോ മെയിൻ വഴിയായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി റൂട്ടിൽ പോണ ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ അടിമാലി ടച്ച് ചെയ്യാതെ മറ്റേ നമ്മുടെ പനംകുട്ടി പാമ്പള വഴിയൊക്കെ പോണ വഴി ശരിക്കും പറഞ്ഞപ്പോ ഇതാക്കി കമ്പിളിയാണ്ട സൈഡിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വഴി നല്ല വഴിയാട്ടോ. മേളിൽ വരെ വീതി ശലം കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ വഴി നല്ല സൂപ്പർ വഴിയാണ്. പക്ഷെ മഴ ഇപ്പൊ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. മിണ്ടാത്ത ഇന്നലെ നല്ല തോർച്ചയല്ലായിരുന്നോ? ഇന്നലെ നല്ല തോർച്ച എന്ന് പറയണത് എന്നതാ, ഇടയ്ക്കുമ്പോഴേക്ക് മഴ പെയ്തോണ്ടിരിക്കുന്നു. അതിന് തോർച്ച എന്ന് പറയാൻ പറ്റൂടെ? കഴിഞ്ഞ ദിവസത്തെ മഴയൊക്കെ വെച്ച് കിടന്ന് പോവായിരിക്കൂലേ. രണ്ടു വണ്ടി കടന്നു പോരും കേട്ടോ. ശക്തമായ മഴയിലൂടെ ഡാം തുറന്നു വിട്ടാൽ വെള്ളം ശരിക്കും വന്നത് എങ്ങനെയാണോ ഇതുപോലെ ഇങ്ങനെ വരും. ഈ പാലം മേളിൽ അവർ 5 ഷട്ടർ കറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഈ പാലം നിറഞ്ഞ് മുകളിൽ കൂടെ കയറി ഒഴുകും. ഇവിടെ റൈറ്റ് സൈഡില് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ഡാം പണിയുന്നുണ്ടോ. മങ്കുവ നമ്മുടെ ഡാം കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മുടെ താഴെ കിടപ്പുണ്ട്. കയറി കണ്ടറിയാം ഡാമിന്റെ. അതിന്റെ പവർ ഹൗസിന്റെ പണികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പനംകുട്ടി പവർ ഹൗസിന്റെ അടുത്തേക്ക് എത്തിട്ടോ. പവർ ഹൗസിന്റെ അടുത്തേക്ക് അതായത് നമ്മൾ നിലവിൽ എല്ലാ വീഡിയോയും നമ്മൾ വീഡിയോ ചെയ്താൽ മഴക്കാലത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്ത് നമ്മൾ വർക്കായിട്ട് ഇവിടെ വരും. പവർ ഹൗസിന്റെ അടുത്ത് ഇതാണ് പവർ ഹൗസ് പാലം. ഇതൊക്കെ പാലം പണിതിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള പാലം കേട്ടോ. നല്ല പഴക്കമുള്ള പാലമാണ് ഈ പാലം. ഇതാണ് പഴയ ഇടുക്കി റോഡ്. അപ്പൊ നമ്മൾ കല്ലാറുകുട്ടി കൂടി നേരെ പനംകുട്ടി വരെ എത്തിട്ടോ. പനംകുട്ടിയിൽ ഇതിന് നേരെ ബാക്കി കാണുന്നത് ഇതുണ്ടോ, അതൊരു പവർ ഹൗസ് പണിയാണ്. അത് മറ്റേ നമ്മുടെ മങ്കുവ എന്നൊക്കെ വരുന്ന ചിന്നാർ പവർ ഹൗസ് പണിയാണത്. ചിന്നാറിന്റെ പവർ ഹൗസ് പണിയാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കല്ലാറുട്ടി ഡാമിന്റെ പവർ ഹൗസ് ആണ്. ഇതൊക്കെ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതാണ് പെരിയാർ ഒഴുകി പോകുന്നത്. ആ വെള്ളം വരുന്നതിന്റെ തൊട്ടപ്പുറത്തു നിന്നാണ് ഇടുക്കി എന്നുള്ള വെള്ളം വന്നത്. നേരെ വന്നം മുതിരപ്പുഴയാറ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് പവർ ഹൗസ്. അജിത്ത് ബേക്കു കേക്കേ. യെസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല. കുറെ നാളായി വീഡിയോ ചെയ്ത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരാം. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മുടെ പഴയ ഈ കല്ലാറുട്ടി ഡാമിന്റെ വീഡിയോ ഒക്കെ കുറെ കിടപ്പുണ്ട്. പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാം ഒന്ന് കയറി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അജിത്ത് ബെഗുനൊപ്പം റിജോയ് അടിമാലി. ബൈ ബൈ. ഹായ് കൂട്ടുകാരെ, റിജോയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം.